നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നോക്കിയത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സുമാണ്. നമുക്ക് എന്നത്തെയും പോലെ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ പോവാം. ഇവിടെ നമ്മുടെ ജാക്കും റോസും അവർ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ആ ബിസിനസ്സിൻ്റെ പേരാണ് സ്വീറ്റ് ആൻഡ് സ്ലൈസ് കേക്ക് ഷോപ്പ്. സോ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ, 2 or more people, they agreed to share profits and responsibilities. ഇപ്പം ഇവിടെ ജാക്കിൻ്റെ റോസിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ എഗ്രി ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നത്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവർ പ്രോഫിറ്റ്സ് എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യുന്നത്? ഇവർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ഓക്കെ, ഇവരുടെ ഡ്യൂട്ടീസും ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ്ങും എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ റോസിൻ്റെയും ജാക്കിൻ്റെയും പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ. ഇവർ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത് 2:3 എന്ന റേഷ്യോയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും പ്രോഫിറ്റ്സ് ഷെയർ ചെയ്തെടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ ഈ മാസം പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു $10,000 ഉണ്ടായിന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ആർക്കൊക്കെ ആയിട്ട്? നമ്മുടെ ജാക്കിനും അതുപോലെ തന്നെ റോസിനും കൂടെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യേണ്ട റേഷ്യോ 2:3 എന്നുള്ള രീതിക്കാണ്. സോ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ജാക്കിന് $4,000 നമ്മുടെ റോസിന് $6,000 കിട്ടും. സോ ഇങ്ങനെയാണ് ഇവർ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മളൊരു ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചു. ഓക്കെ, നമ്മൾ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്. ക്രെഡിറ്റ് പർച്ചേസ് നടത്തി. ക്രെഡിറ്റ് പർച്ചേസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു $1,00,000 നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയെന്ന് വിചാരിക്കുക. നമ്മളെ കൊണ്ട് ഒരു $60,000 പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പേ ചെയ്തു. ബാക്കി നമ്മുടെ കയ്യിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ബട്ട് നമ്മൾ ഈ സപ്ലയറിന് ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ബാക്കിയുള്ള 40,000 നമ്മുടെ പാർട്ട്നേഴ്സായിട്ടുള്ള ജാക്കും റോസും പേ ചെയ്യണം. എവിടെ നിന്ന്? അവരുടെ പേഴ്സണൽ മണിയിൽ നിന്ന് അവർ ഈ 40,000 പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 60,000 നമ്മൾ പേ ചെയ്തത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്ത പൈസ വെച്ചിട്ടായിരിക്കും നമ്മളിത് പേ ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയുള്ള 40,000 പേ ചെയ്യാനില്ലാത്തത് കൊണ്ട് ജാക്കും റോസും അവരുടെ പേഴ്സണൽ മണിയിൽ നിന്ന് ഈ 40,000 എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന്. അപ്പോൾ എന്താണ് ഈ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജോയിൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സും എന്താണ്, റെസ്പോൺസിബിൾ ആണ് ഈ ബിസിനസ്സിൻ്റെ ഡെറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് ഈ ജോയിൻ്റ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ,
നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എത്രയുണ്ട്, ഒരു 40,000 നമ്മൾ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ ഇൻഡിവിജ്വലി ആണ് പേ ചെയ്തതെന്ന് പറഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും പേ ചെയ്യുന്നത്? ജാക്ക് ആൻഡ് റോസ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയായിരുന്നു? 2:3 എന്നുള്ള രീതിക്കായിരുന്നു. സോ അതേപോലെ നമ്മളിത് എന്ത് ചെയ്യും, ഈ 40,000 നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ഷെയർ ചെയ്യും. അങ്ങനെ 60,000 നമ്മുടെ ജാക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് റോസ് വന്നിട്ട് $24,000 പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതാണ് ആക്ച്വലി ജോയിൻ്റ്ലി എന്ന് പറയുന്നത്. എല്ലാ പാർട്ട്നേഴ്സ്, ഓൾ പാർട്ട്നേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ബിസിനസ് ഡെറ്റ്. അപ്പം എന്താണ് ഈ സെവറലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, ഈ 40,000 രൂപ നമുക്ക് എന്തുണ്ട്, ഡെറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ജാക്കും റോസും കൂടെയാണ് പേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇൻ കേസ് നമ്മുടെ ജാക്കിൻ്റെ കയ്യിൽ എന്തില്ല, ഫണ്ടില്ല എന്ന് വിചാരിക്കുക, ജാക്കിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അപ്പം നമ്മുടെ റോസ് എന്ത് ചെയ്യും, റോസിൻ്റെ കയ്യിൽ റോസിൻ്റെ നിന്ന് $40,000 പേ ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ റോസ് ജാക്കിൻ്റെ നിന്ന് വാങ്ങിച്ചോളും ഈ പുള്ളിയുടെ ഷെയർ ആയിട്ടുള്ള $16,000 പിന്നെ ജാക്കിൻ്റെ കയ്യിൽ നിന്ന് റോസ് വാങ്ങിക്കും. സോ ഇതാണ് സെവറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് പാർട്ട്ണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെറ്റ്. ഈച്ച് പാർട്ട്നേഴ്സ് എന്താണ്, ഡെറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലയബിളാണ്. നമ്മുടെ പാർട്ട്ണർക്ക് ആ ഡെറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സെവറലി ലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ട്നേഴ്സിനും, ഈച്ച് പാർട്ട്ണറിന് എന്തുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടുമുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുമുണ്ട്. സോ എന്താണ് ഈ ക്യാപിറ്റൽ അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്? സോ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് ആൻഡ് റോസ് അവർ പാർട്ട്നേഴ്സ് ആണല്ലോ. സോ ഈ ജാക്കും റോസും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ആർക്കൊക്കെ ഉണ്ട്, ജാക്കിനും ഉണ്ട്, റോസിനും ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ കറണ്ട് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു പർട്ടിക്കുലർ പാർട്ട്ണറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അതായത് ഇപ്പം ജാക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാക്കിനൊരു $4,000 പ്രോഫിറ്റ് കിട്ടിയാൽ, സോ ഈ പ്രോഫിറ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രോയിങ്സോ കാര്യങ്ങളോ, അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ജാക്ക് പേഴ്സണൽ യൂസിന് എന്തെങ്കിലും പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇനി നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും സാലറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജാക്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇതുപോലെ തന്നെ ആർക്കും ഉണ്ട്, റോസിനും ഉണ്ട്. റോസിൻ്റെ പ്രോഫിറ്റ് ഷെയറും ബാക്കിയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ഈ കറണ്ട് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഈച്ച് പാർട്ട്ണർ ഹാസ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട്. അടുത്തൊരു ഫീച്ചറാണ് നോട്ട് ലീഗലി സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള, അതായത് ഇവിടെ പാർട്ട്നേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും തമ്മിൽ സെപ്പറേഷൻസ് ഇല്ല. ബിസിനസ്സും പാർട്ട്നേഴ്സും ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ജാക്കും അതുപോലെ തന്നെ റോസുമാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു കസ്റ്റമറിന് നമ്മുടെ ഒരു കേക്ക് കഴിച്ചിട്ട് എന്ത് പറ്റി, ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഈ കേസ് ഫയൽ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് ആയിരിക്കില്ല. കേസ് ഫയൽ ചെയ്യുന്നത്. പകരം ആർക്കെതിരെയായിരിക്കും കേസ് വരുന്നത്? ജാക്കിനും റോസിനും എതിരെയായിരിക്കും
കേസ് വരുന്നത്. സോ ഇതാണ് നോട്ട് ലീഗലി സെപ്പറേറ്റ് ഫ്രം പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാർട്ട്ണറും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും സെയിം ആണ്. ഓക്കെ. നമ്മുടെ ഈ ബിസിനസ് ഉണ്ടല്ലോ, സ്വീറ്റ് സ്ലൈസ് കേക്ക് ഷോപ്പ്. ഈ കേക്ക് ഷോപ്പ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫേം എന്നാണ് വിളിക്കുന്നത്. ഫേം. സോ നമ്മുടെ ബിസിനസ് എന്താണ്? ഒരു ഫേം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ ജേക്കും അതുപോലെ തന്നെ റോസും ആരാണ്? പാർട്ട്നേഴ്സാണ്. ഓക്കെ. സോ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തായിരുന്നു പാർട്ട്ണർഷിപ്പ്? രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ്സും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഗ്രി ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഡീറ്റിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കും പ്രോഫിറ്റ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഇൻ കേസ് നമ്മുടെ ബിസിനസ് ഫണ്ട് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ മണി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ. രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ബിസിനസ്സിൻ്റെ ഡെറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഒരു പാർട്ട്ണറിൻ്റെ കയ്യിൽ ഫണ്ടില്ല, ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ട്ണർ എന്ത് ചെയ്യും? ആ ഡെറ്റ് ഫുള്ളി പേ ഓഫ് ചെയ്യും. ആൻഡ് പിന്നീട് അത് പാർട്ട്ണറിൻ്റെ നിന്ന് അവർ പുറത്ത് വെച്ചിട്ട് സെറ്റിൽ ചെയ്തോളും ആ ഒരു എമൗണ്ട്. ഓരോ പാർട്ട്ണറിന് എന്തുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്തിനാണ്? നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പാർട്ട്ണറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് നോട്ട് ലീഗലി സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഓർ പാർട്ട്നേഴ്സ്. സോ പാർട്ട്ണറും അതുപോലെ തന്നെ ബിസിനസ്സും ഒന്നാണ്, രണ്ടും രണ്ടല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ ഫേം എന്നാണ് വിളിക്കുന്നത്. ഇതിലുള്ള ഓണേഴ്സിനെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ് മോർ റിസോഴ്സസ് ആൻഡ് സ്കിൽസ്. നമുക്ക് ഒരുപാട് റിസോഴ്സും കിട്ടും, സ്കില്ലും കിട്ടും. അതായത് എന്താണ്? ഇപ്പോൾ 2 പേര് അല്ലെങ്കിൽ കുറേ പാർട്ട്നേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇവിടെ ജാക്കും റോസും. മോർ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും ഈ ബിസിനസ്സിലോട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് അങ്ങനെ എന്ത് കിട്ടും? മോർ റിസോഴ്സസ് കിട്ടും. ഓക്കെ. ഇനി അതുപോലെ തന്നെ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റോസ് ഭയങ്കരമായിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കും. നല്ല രീതിയിലുള്ള ബേക്കിംഗ് സ്കിൽസും കാര്യങ്ങളും പുള്ളിക്കാരത്തിക്കുണ്ട്. അതുപോലെ തന്നെ ജാക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആൾ ഭയങ്കര മിടുക്കനാണെന്ന് വിചാരിക്കും. സോ നമുക്ക് സ്കിൽസ് കിട്ടി ഇല്ലേ? നമുക്ക് കൂടുതൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും, 2 അതിൽ കൂടുതലോ ആൾക്കാരുണ്ടെങ്കിൽ. സോ അത് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്, മോർ റിസോഴ്സ് ആൻഡ് സ്കില്ലും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കോസ്റ്റ് കുറവായിരിക്കും എന്ന്. അതായത് നമ്മുടെ ബിസിനസ്സിലെ കോസ്റ്റ് ആരൊക്കെ ഷെയർ ചെയ്യുന്നു? ഈ റോസും അതുപോലെ തന്നെ ജാക്കും ഷെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ മാസത്തെ റെൻറ്റ് ഒരു $10,000 ആണെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യും? ജാക്കും റോസും സ്പ്ലിറ്റ് ചെയ്യും. ജാക്ക് ഒരു $4,000 പേ ചെയ്യും, അതുപോലെ തന്നെ റോസ് ഒരു $6,000 പേ ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റോസ് ആണ് ഈ 10,000 പേ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആൾക്ക് ഇത്രയും രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ കോസ്റ്റ് കൂടുതലായിരുന്നു. ബട്ട് ഇപ്പം എന്താണ്? റോസിന് ഒരു $6,000 പേ ചെയ്താൽ മതി, $6,000 പേ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് കോസ്റ്റ് കുറഞ്ഞു. സോ അതാണ് ഈ ലോവർ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ഡെഫിനിഷനിൽ തന്നെയുള്ള കാര്യമാണ്.
റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ജാക്കിന് പനി പിടിച്ചു എന്ന് വിചാരിക്കുക. ജാക്കിന് പനി പിടിച്ചു. അപ്പം ജാക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ബട്ട് എന്ത് ചെയ്യും, റോസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷോപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.